Hi dear friends, welcome to yet another session of Mission Banker. Yes, അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി പേപ്പറാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ട് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ നമ്മൾ ഫിസിക്സ് കഴിഞ്ഞു, പിന്നെ നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രിയും നമ്മുടെ ഹോൾ ചാപ്റ്ററിനെ നമ്മളൊരു 4-5 പാർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു അല്ലേ? യെസ്, അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് മാറ്റർ, അല്ലെങ്കിൽ മാറ്ററിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ എന്താണ് മിക്സ്ചേഴ്സ്, എന്താണ് എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലേ? കുറേ ബേസിക്കായി എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. കെമിക്കൽ കോമ്പിനേഷൻസിൻ്റെ 5 ലോസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? തേർഡ് പാർട്ടിൽ പിന്നെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ മോൾ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ മോളാർ മാസ്, മോളിക്കുലർ മാസ്, അറ്റോമിക് മാസ്, പിന്നെ എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എംപെരിക്കൽ ഫോർമുല, ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കുറേ കുഞ്ഞു കാര്യം, ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളായിരുന്നു, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ബേസിക്കായ കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ മുഴുവനും. നിങ്ങളിപ്പം ഇത് നമ്മുടെ +1 +2 മാത്രമല്ല, നമ്മൾ ഹൈ ലെവൽ ക്ലാസ്സസിലേക്കും നമ്മൾ പോകുമ്പം കെമിസ്ട്രി ബേസ്ഡ് ആയി നമ്മൾ എന്ത് പഠിച്ചാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ദിസ് ഈസ് ദ ബേസ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ബേസാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫോർത്ത് പാർട്ടിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഫോർത്ത് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു സ്റ്റോഷ്യോമെട്രി അല്ലേ? സ്റ്റോഷ്യോമെട്രി അല്ലെങ്കിൽ സ്റ്റോഷ്യോമെട്രി കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ എത്ര ഗ്രാം എക്സസീവ് റിയേജൻറ്റ് എന്തോരം കൺസ്യൂം ചെയ്തു, അല്ലെങ്കിൽ എക്സസീവ് റിയേജൻറ്റ് എത്ര ബാക്കിയുണ്ട്? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ ആ സ്റ്റോഷ്യോമെട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം കഴിയാറായി. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമല്ല, നമ്മുടെ ബോർഡ് എക്സാമിനേഷൻസിലും ഈ സെക്ഷൻസിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻസിൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും നമ്മുടെ ഈ ഫിസിക്സിൽ നമ്മൾ ഈ ഡൈമെൻഷണൽ അനാലിസിസ് പറഞ്ഞില്ലായിരുന്നു, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. അതാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ? യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്. യെസ്, ബാക്കി പാർട്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, കമ്പാരിറ്റീവ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുലയുടെ കാര്യം അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കുറേ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രി, അതായത് നമ്മുടെ ഈ ലബോറട്ടറീസിൽ നടക്കുന്ന ഒരുപാട് റിയാക്ഷൻസ്, ലബോറട്ടറീസിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണ ഒരുപാട് റിയാക്ഷൻസ് സൊല്യൂഷൻസിലാണ് അല്ലേ? നമ്മുടെ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നത് സൊല്യൂഷൻസിലാണ്. അപ്പോൾ ആ സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്കൊരു മസ്റ്റാണ് അല്ലേ? കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പം അതിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അല്ലേ? യെസ്, അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്? അതായത് നമ്മളിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പറയുമ്പം
കോൺസെൻട്രേഷൻ, അയാൾക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് ഭയങ്കര ശ്രദ്ധയാണ് അല്ല, അതിൽ ലയിച്ച് അത്രയും അയാൾക്ക് അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ കോൺസെൻട്രേഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണേ. പക്ഷേ കെമിസ്ട്രിയിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത് അതിൽ ഭയങ്കരമായി ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മീനിങ്ങിലല്ല, അതിൻ്റെ ഒരു വീര്യം എത്രയാണ് എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഒരു ആസിഡ് ഉണ്ട്, അപ്പോൾ നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൾഫ്യൂരിക് ആസിഡ് കിട്ടി. അപ്പോൾ ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ വീര്യം എത്രയാണ്? അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സൊല്യൂഷൻ കിട്ടി, എന്താ പറയുക, ഇപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ആ സോൾട്ട് സൊല്യൂഷനിൻ്റെ വീര്യം എത്രയാണെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കെമിസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൻ്റെ വീര്യം എത്രയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ വീര്യം എത്രയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എനിക്ക് കിട്ടി, അപ്പോൾ ഞാൻ ഈ സോൾട്ട് സൊല്യൂഷൻ്റെ വീര്യം എത്രയാണെന്ന് ഞാൻ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്? ഞാൻ ആ വെള്ളം ഒന്ന് കുടിച്ച് നോക്കും അല്ലേ? ആ വെള്ളം ഒന്ന് ഞാൻ കുടിച്ച് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഉപ്പാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഭയങ്കര വീര്യം കൂടിയതാണെന്ന് പറയും. യെസ്. അതേസമയം ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഞാൻ എന്ത് പറയും? വീര്യം കുറഞ്ഞതാണ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വൈൻ കുടിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ വൈൻ കുടിക്കുമ്പം യെസ് ഭയങ്കര വീര്യം കൂടിയ വൈനാന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ വീനിൻ്റെ ആ ഒരു അളവ് ഭയങ്കര കൂടുതലാണ്. അതേസമയം ഇച്ചിരി വീര്യം കുറഞ്ഞൊരു വൈനാന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ ഡൈല്യൂട്ടാക്കി കുറച്ചൊക്കെ വെള്ളം ആഡ് ചെയ്ത് ആ വൈനിൻ്റെ അളവ് കുറവാണ്. ആ വൈനിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു സൊല്യൂഷനിൽ, വൈൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. വൈനിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുമ്പം അതിൽ വൈനിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവുമ്പോൾ നമ്മൾ പറയും ഭയങ്കര വീര്യം കൂടിയതാണല്ലേ. അതേസമയം വൈനിൻ്റെ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ വീര്യം കുറവാണെന്ന് പറയും. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യണേ. ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ്? ഒന്ന് സോൾട്ട് സൊല്യൂഷനാണ്. ഒന്ന് സോൾട്ട് സൊല്യൂഷൻ ആയിരുന്നു. രണ്ടാമത്തത് വൈൻ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സോൾട്ട് സൊല്യൂഷൻ ഭയങ്കര വീര്യം കൂടിയതാണെന്ന് നമ്മൾ എപ്പോഴാണ് പറയണത്? ഭയങ്കര ഉപ്പാവുമ്പോഴാണ്. അപ്പോൾ ഈ സോൾട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് ആരാണ്? സോൾട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് സോൾട്ടാണ്. സോൾവെൻ്റ് ആരാണ്? സോൾവെൻ്റ് വാട്ടറാണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് എത്ര എന്നുള്ളതാണ് നമ്മൾ എന്തിൽ നമ്മൾ എന്താ പറയുക കണ്ടുപിടിക്കണേ? നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വി മെയിൻലി ഡീൽസ് വിത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന എന്താണ്? ആ ഒരു സോൾവെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? കോൺസെൻട്രേറ്റഡ് ആയ ഒരു സൊല്യൂഷനാണെന്ന് പറയും. സൊല്യൂട്ടൻ്റെ അളവ് കുറവാണെങ്കിലോ നമ്മൾ ഡൈല്യൂട്ടഡ് ആയ അല്ലെങ്കിൽ അത്ര കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ഒരു സൊല്യൂഷനാണെന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയ ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ യൂണിറ്റ് വോള്യൂം ഓഫ് എ സൊല്യൂഷൻ. ഒരു യൂണിറ്റ് വോള്യൂം ഓഫ് നമുക്കറിയാം, അതായത് നമ്മളിപ്പം ഒരു ഉപ്പ് വെള്ളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നമ്മൾ എടുത്ത് കുടിച്ച് നോക്കുവാണെങ്കിൽ, ഒരു ഇച്ചിരി നമ്മൾ എടുത്ത് കുടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉപ്പായിട്ട് തോന്നിയാൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി വേണം. നമ്മൾ ജനറലി അല്ലെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫാക്ച്വലായിട്ട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതൊരു എന്താ പറയുക, ഒരു ഡിഫൈൻഡ് ആയ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നമ്മളത് കൺസിഡർ ചെയ്യാൻ. സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂണിറ്റ് വോള്യൂം ഓഫ് എ സൊല്യൂഷൻ, യൂണിറ്റ് വോള്യൂം ഓഫ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെൻറ്റ്, ഒന്നെങ്കിൽ നമുക്കതിനെ സൊല്യൂഷൻ എന്ന് കാണാം അല്ലെങ്കിൽ സോൾവെൻറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു സോൾവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിൻ്റെ യൂണിറ്റ് വോള്യത്തിൽ എന്തോരം സൊല്യൂട്ട് ഉണ്ട്, എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് അല്ലെങ്കിൽ എത്ര ലിറ്റർ സൊല്യൂട്ട് ഉണ്ട്. സോ അതാണ് അതിപ്പോൾ നമ്മൾ നേരത്തെ വൈൻ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ വൈൻ സൊല്യൂഷനിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ കുടിക്കണം. വൈൻ സൊല്യൂഷനിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താണ് കുടിക്കണതെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു വൈൻ ഭയങ്കര വീര്യം കൂടിയതാണെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു വൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കുടിക്കുകയാണ്. ഒരു ഫ്രൂട്ട് ജ്യൂസ്, ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ കുടിക്കണം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമാണ് നമ്മൾ കുടിക്കണതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൽ നാരങ്ങയുണ്ട്, അതേപോലെ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നാരങ്ങ നീര് നമ്മൾ ഒഴിക്കും, അല്ലേ, നാരങ്ങ നമ്മൾ പിഴിഞ്ഞ നീര് ഒഴിക്കും, പിന്നെ നമ്മൾ അതിൽ വെള്ളം ആഡ് ചെയ്യും. നമ്മൾ കുടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ഒരു ലെമണിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? ആ ലെമൺ ജ്യൂസ് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയും. മറിച്ച് നമുക്ക് അധികം ലെമണിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല, കൂടുതലും കുറച്ചും കൂടെ നമ്മൾ പറയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ്, ലെമണിൻ്റെ ടേസ്റ്റ് കമ്പാരിറ്റീവ്ലി
കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഒരു ലെമൺ ജ്യൂസ് ഭയങ്കര ഡൈല്യൂട്ടഡ് ആണെന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് വോള്യൂം ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര ഗ്രാം അല്ലെ, എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര ഗ്രാം എന്തുണ്ട് സൊല്യൂട്ട് ഉണ്ടോ അതാണ് എന്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ ഒരു തുള്ളി കുടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ടഡ് ആണോ. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പം നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലുള്ള കോമ്പോണൻസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു സൊല്യൂഷനിലെ കോമ്പോണൻസ് ആണ് സൊല്യൂട്ടും സോൾവെൻറ്റും. അപ്പോൾ ആ ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും എന്ത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് അതാണ് എന്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് യൂണിറ്റ് വോള്യൂം ഓഫ് സൊല്യൂഷൻ അല്ലേ, അതായത് യൂണിറ്റ് വോള്യൂം അത് 1 ലിറ്റർ ആവാം, 1 മില്ലി ലിറ്റർ ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ വൺ യൂണിറ്റ് എന്താ 1 യൂണിറ്റ് വോള്യൂം ഓഫ് സോൾവെൻ്റ് അല്ലെങ്കിൽ സൊല്യൂഷനിൽ എത്ര ഗ്രാം, അല്ലെങ്കിൽ ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ നമുക്കറിയാം, സോൾട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രാമിൽ അത് മെഷർ ചെയ്യാം. ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ലിറ്ററിലാണ് നമ്മൾ ജനറലി മെഷർ ചെയ്യാറ്. സോ ഗ്രാമിലായാലും മില്ലി ലിറ്റർ ഓർ ലിറ്റേഴ്സിലൊക്കെ ആയാലും എന്തോരം ഉണ്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്താണോ അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനെ നമ്മൾ 2 രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്വാളിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യും. നമ്മളതിനെ ക്വാളിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യും. രണ്ടാമത്തത് അതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ടേംസ് ആണ്. ഒന്ന് ഡൈല്യൂട്ട്, ഒന്ന് എന്താണ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ ഒരു സൊല്യൂഷനെ നമ്മൾ മെഷർ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്ന 2 ടേംസ് ആണ്, നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട 2 ടേംസ് ആണ് ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡ്. സൊല്യൂട്ടിൻ്റെ അളവ് കൂടുമ്പോൾ ഭയങ്കര വീര്യം കൂടിയതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കോൺസെൻട്രേറ്റഡ്. യെസ്റ്റർഡേ ഐ ഹാഡ് എ ലെമൺ ജ്യൂസ്, ആക്ച്വലി ഇറ്റ് വാസ് വെരി കോൺസെൻട്രേറ്റഡ്, ഭയങ്കര കോൺസെൻട്രേറ്റ്, അതിൽ ലെമണിൻ്റെ അംശം ഭയങ്കര കൂടുതലായിരുന്നു. ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ അത്ര ആ ലെമണിൻ്റെ അംശം അധികം ഇല്ല. ഇപ്പം ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ കാണാറുണ്ട്, മേക്ക് എ കോൺസെൻട്രേറ്റഡ് ആസിഡ് അല്ലെങ്കിൽ മേക്ക് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മേക്ക് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡൈല്യൂട്ട് ആയ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് കുറച്ചിട്ട് സോൾവെൻ്റ് ആയ വാട്ടറിൻ്റെ അളവ് കൂട്ടുക അല്ലേ. അതേപോലെ കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തോരം അവിടെ നമ്മൾ എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സിമ്പിളായിട്ട് എന്ത് പറയും, ഡൈല്യൂട്ട് കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എക്സാക്റ്റ് ആയ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണ്, രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ട് ആണോ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഡൈല്യൂട്ട് ആണെന്ന് പറയുമ്പോൾ ഓക്കെ ഇതിൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ ഇതിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ അത്യാവശ്യം സൊല്യൂട്ടിൻ്റെ അളവ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മളൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുമ്പോൾ. മറിച്ച് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മളൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യണതെങ്കിൽ നമുക്കവിടെ എന്ത് മനസ്സിലാവും, ആ ഒരു സൊല്യൂഷൻ്റെ എക്സാക്റ്റ് ആയ കോൺസെൻട്രേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു സൊല്യൂഷൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എന്താണെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ഓക്കെ, 2 ഗ്ലാസ്സിൽ ഞാൻ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ആ 2 ഗ്ലാസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത സോൾട്ട് സൊല്യൂഷനും അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഓക്കെ, 2 ഗ്ലാസ്സിൽ ഞാൻ ഉണ്ടാക്കിയ ആ സോൾട്ട് സൊല്യൂഷൻ രണ്ടും ഡൈല്യൂട്ട് അല്ല, ഓക്കെ, രണ്ടും അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആയ സൊല്യൂഷൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇത് 2ൽ ഏത് സൊല്യൂഷനാണ് കൂടുതൽ കോൺസെൻട്രേറ്റഡ്, അല്ലെങ്കിൽ ഇത് 2ൽ ഏത് സൊല്യൂഷനാണ് കൂടുതൽ ഡൈല്യൂട്ട് എന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും?
യെസ്. അപ്പോൾ അതിന് നമ്മൾ ഏത് രീതിയിലാണ് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യുമ്പം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ഏതാണ് അല്ലെങ്കിൽ കൂടുതൽ ഡൈല്യൂട്ട് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യുമ്പം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ. ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ആണോ കോൺസെൻട്രേറ്റഡ് ആണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. രണ്ടോ അല്ലെങ്കിൽ അതിലധികം സൊല്യൂഷൻസ് നമുക്ക് കിട്ടുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽസ് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ആരാണ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡൈല്യൂട്ടഡ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ നമുക്കൊരു 10ഓളം മെത്തേഡ്സ് ഉണ്ട്. നമുക്കൊരു 10ഓളം മെത്തേഡ്സ് ഉണ്ട്. നോക്കാം. ഞാൻ ആ മെത്തേഡ്സിൻ്റെ പേരെഴുതാം. എന്നിട്ട് നമുക്ക് അതിൽ 2 മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആദ്യം നോക്കാം. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ 10 മെത്തേഡ്സും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ആദ്യത്തെ മെത്തേഡാണ് മാസ് പെർസെൻറ്റ്. ഓക്കെ, മാസ് പെർസെൻറ്റ് എന്നാണ് നമ്മളതിനെ പറയുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് എന്നും പറയാം. പെർസെൻറ്റേജ് ബൈ മാസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണേ, എന്താണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയ തിയറി, അതിൻ്റെ തിയറി പാർട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 10 മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിൽ 2 മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ ഈ 10 മെത്തേഡ്സും നമ്മൾ എന്താ പറയുക, ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഈസി. നമ്മളിത് പലതായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പാടായിരിക്കും. സോ 10 മെത്തേഡ്സും നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 മെത്തേഡിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഈ 10 മെത്തേഡ്സും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബാക്കി കുറേ ഇൻറ്റർ കണക്റ്റഡ് ആയ മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് നമ്മുടെ ഈ 10 മെത്തേഡും ഡിസ്കസ് ചെയ്ത് 10 മെത്തേഡിൽ ചില മെത്തേഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. ഇപ്പം മോൾ ഫ്രാക്ഷൻ, മൊലാലിറ്റി, നോർമാലിറ്റി എന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. സോ അവർ തമ്മിലുള്ള കുറച്ച് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഡിറൈവ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. മനസ്സിലായല്ലോ? സോ ആദ്യത്തെ മെത്തേഡാണ് മാസ് പെർസെൻറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ്. നമ്മളിതിനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യാറ് W/W എന്നാണ്. ഇതിനെ ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് W/W എന്നാണ്. യെസ്. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡാണ് പെർസെൻറ്റേജ് ബൈ വോള്യൂം. പെർസെൻറ്റേജ് ബൈ വോള്യൂം നമ്മൾ ജനറലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ് V/V എന്നാണ്. ഓക്കെ. മൂന്നാമത്തെ മെത്തേഡാണ് പെർസെൻറ്റേജ് ബൈ ഇത് G ആണ്. ഓക്കെ. പെർസെൻറ്റേജ് ബൈ മാസ് ബൈ വോള്യൂം. പെർസെൻറ്റേജ് ബൈ മാസ് ബൈ വോള്യൂം ആണ് നമ്മളതിനെ W/V എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. പെർസെൻറ്റേജ് ബൈ മാസ് ബൈ വോള്യൂം എന്ന് പറയുമ്പം W/V ആണ്. ഓക്കെ. ഇനി നമ്മുടെ നാലാമത്തെ മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ നമ്മളിതിനെ ജനറലി PPM, ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മളിതിനെ ജനറലി PPM എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. പിന്നെ നമ്മൾ പറയുമ്പം സ്ട്രെങ്ത് ഓർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ് നമ്മൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഗ്രാം പെർ ലിറ്ററിലാണ് നമ്മൾ പറയാറ്. സ്ട്രെങ്ത് ഓർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ നമ്മൾ ഇതിനെ ഗ്രാം പെർ ലിറ്ററിലാണ് നമ്മൾ ജനറലി ഇതിനെ പറയാറ്. യെസ്. ഇനി നമുക്ക് വേറെ ഉള്ളതാണ് മോൾ ഫ്രാക്ഷൻ. യെസ്. മോൾ ഫ്രാക്ഷൻ നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പലാണ് എക്സ്. ഓക്കെ. ഇത് നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടുള്ളൊരു കളിയാണ്. നമ്മൾ മോൾ, അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷനിലുള്ള ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റിൻ്റെ മോൾസ് എത്രയാണ്, അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. പിന്നെ നമുക്കുണ്ട് മൊളാരിറ്റി. യെസ്. മൊളാരിറ്റി. യെസ്. മൊളാരിറ്റി ജനറലി M എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. മൊളാരിറ്റി. പിന്നെ മൊലാലിറ്റി ഉണ്ട്. സ്പെല്ലിങ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ RI ആണ്, ഇവിടെ LI ആണ്. രണ്ടും 2 ആണ്. ഓക്കെ.
അതിന് നമ്മൾ സ്മോൾ എം എന്നാണ്, മൊളാരിറ്റീനെ നമ്മൾ ക്യാപിറ്റൽ എം എന്നും മൊളാലിറ്റീനെ നമ്മൾ സ്മോൾ എം എന്നും എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. നോർമാലിറ്റി എന്നൊരു വേർഡ് എന്താണ്, ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നോർമാലിറ്റീനെ നമ്മൾ എൻ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. ലാസ്റ്റ് വണ്ണാണ് ഫോർമാലിറ്റി. ഫോർമാലിറ്റീനെ നമ്മൾ എഫ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. സോ ദീസ് ആർ ദ 10 മെത്തേഡ്സ്. ഇതാണ് നമ്മുടെ 10 മെത്തേഡ്സ്. നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ മെഷർ ചെയ്യാൻ, ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 10 മെത്തേഡ്സ് ഇതൊക്കെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൽ നമ്മൾ ചിലർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ ഈ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഭയങ്കര ലെങ്തി ആയ ഒരു സെഷൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു സെഷൻ. നമ്മളിതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം. അപ്പോൾ ഈ 10 മെത്തേഡ്സ് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ 2 മെത്തേഡ്, നമ്മൾ ഈ മെത്തേഡ്സ് എന്താണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ പോണതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ 2 മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഡീറ്റെയിൽസിലേക്ക് പോവാം. യെസ്, ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 10 മെത്തേഡും നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് പെർസെൻറ്റേജ് ബൈ മാസ്, അല്ലേ? പെർസെൻറ്റേജ് ബൈ മാസ് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ് പെർസെൻറ്റ്. നമ്മൾ പറഞ്ഞു W/W എന്നാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ W/W നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റേഷ്യോയുടെ ന്യൂമറേറ്റർ പാർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ പാർട്ടിലും നമ്മൾ മാസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ പാർട്ടിലും നമ്മൾ മാസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ പെർസെൻറ്റേജ് ബൈ മാസ് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സോൾവെൻ്റ് അല്ല, ഇവിടെ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മനസ്സിലായോ? നമ്മുടെ ഇപ്പോൾ മാസ് പെർസെൻറ്റ് ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. 100 ഗ്രാംസിൽ അതായത് 100 ഗ്രാംസ് ഓഫ് സൊല്യൂഷനിൽ ഈ സൊല്യൂട്ട് എത്ര ഗ്രാം ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ അതിൽ 2 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് എന്താണ്? നമുക്കറിയാം സൊല്യൂഷനിൽ എപ്പോഴും 2 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് മാസ് ഓഫ് സൊല്യൂട്ടാണ്, രണ്ടാമത്തത് മാസ് ഓഫ് സോൾവെൻ്റ് ആണല്ലേ. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഡയറക്റ്റ് മാസ് ഓഫ് സൊല്യൂഷൻ തരും, ചില സമയത്ത് അവർ എന്ത് തരും? മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടാവും, മാസ് ഓഫ് സോൾവെൻറ്റ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാസ് ഓഫ് സൊല്യൂട്ടും മാസ് ഓഫ് സോൾവെൻറ്റും നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് സൊല്യൂട്ടിൻ്റെ മാസും അതേപോലെ സൊല്യൂഷൻ്റെ മാസും നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 100 ഗ്രാംസ് ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? യെസ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First question, 6 gram of urea has dissolved in 500 gram of water. 500 gram of water. Calculate the percentage by mass of urea in the
solution. Percentage by mass of urea in the solution. Okay. അപ്പോൾ ഇവിടെ എന്താണ് സിമ്പിളാണ് മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കാം. 6 ഗ്രാം യൂറിയ നമ്മൾ 500 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊരു എന്താണ് ഒരു യൂറിയയുടെ ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് ആരാണ്? യൂറിയയാണ് സൊല്യൂട്ട്. സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ് സോൾവെൻ്റ്. അപ്പോൾ എത്ര ഗ്രാം വാട്ടറിലാണ് നമ്മൾ നമ്മുടെ 6 ഗ്രാം യൂറിയ നമ്മൾ ഡിസോൾവ് ചെയ്ത് 500 ഗ്രാം വാട്ടറിലാണ്. സോ മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂട്ട് ആരാണ്? യൂറിയയാണ് നമ്മുടെ സൊല്യൂട്ട്. അതിൻ്റെ മാസ് 6 ഗ്രാം ആണ്. മാസ് ഓഫ് സോൾവെൻ്റ് ആരാണ്? സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ ഗ്രാം എത്രയാണ്? 500 ഗ്രാം ആണ് അല്ലേ. 500 ഗ്രാം ആണ് എന്ത് നമ്മുടെ വാട്ടറിൻ്റെ മാസ്, 500 ഗ്രാം ആണ്. അപ്പോൾ ഇനി ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളത്? നമുക്ക് ആദ്യം മാസ് ഓഫ് സൊല്യൂഷൻ കാണണം. നമുക്ക് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കാണേണ്ടത്? മാസ് ഓഫ് സൊല്യൂഷൻ കാണണം. 6 + 500 നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 506 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ മാസ് പെർസെൻറ്റേജ് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. സോ എന്താണ് 6/506 ഇൻറ്റു 100. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ കുറേ പേര് തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാസ് ഓഫ് സൊല്യൂഷൻ കാണില്ല. മാസ് ഓഫ് സൊല്യൂഷൻ കാണാതെ അവരെന്ത് ചെയ്യും? മാസ് നമുക്ക് തന്നിട്ടുള്ള വാട്ടറിൻ്റെ 500 ഗ്രാം എന്ന് നമുക്ക് വാട്ടറിൻ്റെ ഒരു മാസ് അവർ തന്നിട്ടുണ്ട്, 500 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 500 ഗ്രാമിനെ തന്നെ അവർ എന്തായിട്ട് കൺസിഡർ ചെയ്യും? മാസ് ഓഫ് സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ബിക്കോസ് 500 എന്ന് പറയുന്നത് ഒരു ഹോളായ ഒരു നമ്പറാണ്. ഇപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു 486 അല്ലെങ്കിൽ ഒരു 559 ഇങ്ങനെയൊക്കെ നമുക്ക് തന്നാൽ ഒരു കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല അത്തരം നമ്പേഴ്സ് തരുമ്പോൾ അല്ലേ. ഇപ്പോൾ ഈ 506 മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടിയ മാസ് ഓഫ് സൊല്യൂഷൻ 506 ആണ്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷേ ഈ 500 എന്ന് പറയുന്നത് ഇപ്പോൾ 506 ആകുമ്പോൾ കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 510 അല്ലെങ്കിൽ എന്താണ് ഒരു 512 ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷേ ഈ 500 എന്നൊക്കെ തരുമ്പോൾ നമുക്ക് എന്താണ്? അതൊരു കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ജനറലി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും? ഈ 500 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിനെ സൊല്യൂഷൻ്റെ മാസ്സായിട്ട് അങ്ങോട്ട് അസ്യൂം ചെയ്യും. നമ്മളതിനെ അങ്ങനെ കൺസിഡർ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യും. സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറേ പേര് തെറ്റിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, മാസ് പെർസെൻറ്റിൽ നമ്മൾ മാസ് ഓഫ് സോൾവെൻ്റ് അല്ല എന്താണ് വരുന്നത്? മാസ് ഓഫ് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻസിൽ നമുക്ക് മാസ് ഓഫ് സൊല്യൂഷൻ തരുന്ന കേസസ് ഭയങ്കര കുറവാണ്. നമുക്ക് എന്താണ് അവർ തരിക? മിക്ക കേസസിലും മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് സോൾവെൻ്റ് ഒക്കെ ആയിരിക്കും തരുന്നത്. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്ത് സോൾവ് ചെയ്യാനായിരിക്കും. നമുക്കിത് സോൾവ് ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 506 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1.18% ആണ്. 1.18% ആണ് എന്ത്? നമ്മുടെ ആരുടെ പെർസെൻറ്റേജ് മാസ് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ്? നമ്മുടെ യൂറിയയുടെ പെർസെൻറ്റേജ് മാസ്. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കോളൂ. ഇപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ 500 ഗ്രാം വാട്ടറാണ്, ഇവിടെ 6 ഗ്രാം സൊല്യൂട്ടാണ്, അതായത് നമ്മുടെ യൂറിയാണ്. നമുക്കിത് 500 ഗ്രാം വാട്ടറിൽ നമ്മൾ 6 ഗ്രാം നമ്മുടെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സൊല്യൂഷൻ എന്താണ്? ഡൈല്യൂട്ടാണ്. ഈ സൊല്യൂഷൻ എന്താണ്? ഡൈല്യൂട്ടാണ്. പോരാത്തതിന് ഇവിടെ മാസ് പെർസെൻറ്റേജ് നോക്കിക്കോളൂ. ഏകദേശം നമുക്ക് 2% 1.18. നമുക്ക് ഏകദേശം 2% അല്ലെങ്കിൽ 1% അല്ലേ. നമുക്ക് ആ ഒരു 2 അല്ലെങ്കിൽ 1 അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ളൊരു വാല്യൂ ആണ്. സോ നമുക്കറിയാം തീരെ കുറഞ്ഞൊരു വാല്യൂ ആണ്, ഭയങ്കര കുറഞ്ഞൊരു വാല്യൂ ആണ്. 500 ഗ്രാമിൽ 6 ഗ്രാം യൂറിയ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. സോ ഈ സൊല്യൂഷൻ എന്താണ്? ഡൈല്യൂട്ടഡ് ആണ്. മനസ്സിലായല്ലോ? യെസ്, ഡൈല്യൂട്ടഡ്, അതായത് വെരി ഡൈല്യൂട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വെരി ഡൈല്യൂട്ടഡ് എന്ന് പറയാം അല്ലേ. വെരി ഡൈല്യൂട്ടഡ്, മോഡറേറ്റ്ലി ഡൈല്യൂട്ടഡ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി കോൺസെൻട്രേറ്റഡ്, ഹൈലി കോൺസെൻട്രേറ്റഡ് എന്നൊക്കെ നമുക്ക് പറയാം. സോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്താണ്? ഈ ഒരു സൊല്യൂഷൻ വെരി ഡൈല്യൂട്ടഡ് ആണ്, ഭയങ്കര ഡൈല്യൂട്ടഡ് ആണ് അല്ലേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ
a solution is prepared by dissolving 15 gram of cane sugar in 60 gram of water. Calculate the mass percentage of each component of the solution. Each component of the solution. Yes. അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. മാസ് പെർസെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള രണ്ട് കോമ്പോണൻസിൻ്റെയും മാസ് പെർസെൻറ്റ് കാണണം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. അതായത് നമ്മൾ പറഞ്ഞു സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റ് അല്ലേ. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് നമ്മൾ കാണുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. യെസ്. അപ്പോൾ നമുക്ക് സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കാണാനുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഒന്നെങ്കിൽ അങ്ങനെ കാണാം, ഇല്ലെങ്കിൽ എങ്ങനെ കാണാം? നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിച്ചിട്ട് 100ൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും? നമുക്ക് നമ്മുടെ സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. കോൺസെൻട്രേഷൻ കാണാൻ, അതായത് ഒരു സൊല്യൂഷനിൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ് പെർസെൻറ്റ് യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ ജനറലി എന്താണ് കാണാറ്? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കാണാറ്. കാരണം ഒരു സോൾവെൻറ്റിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സൊല്യൂഷനിൽ എന്തോരം ക്വാണ്ടിറ്റി സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യണം. സിംപ്ലി നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഓഫ് ദി കോമ്പണൻറ്റ്, ഏത് കോമ്പണൻ്റ് ആണോ ആ മാസ് ഓഫ് ദി കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നിങ്ങളോട് സൊല്യൂട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കോമ്പണൻറ്റ് സ്ഥാനത്ത് നിങ്ങൾ സൊല്യൂട്ട് എന്ന് കൊടുക്കും. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് സോൾവെൻ്റ് ആണെങ്കിൽ ആ കോമ്പണൻറ്റ് സ്ഥാനത്ത് നിങ്ങൾ സോൾവെൻ്റ് എന്ന് കൊടുക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് രീതിയിലും ചെയ്യാം, നോക്കിക്കോളും. ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യം സൊല്യൂഷൻ, ഇവിടെ നമുക്ക് അവർ എന്തിൻ്റെയൊക്കെ മാസ് തന്നിട്ടുണ്ട്? സോൾവെന്റ് തന്നിട്ടുണ്ട്. സോൾവെന്റ് എന്ന് പറയുന്നത് കെയിൻ ഷുഗർ ആണ്. സോൾവെന്റ് കെയിൻ ഷുഗർ ആണ്. കെയിൻ ഷുഗറിന്റെ മാസ് എന്താണ്? 15 ഗ്രാം ആണ്. അതേപോലെ സോൾവെന്റ് അല്ല, സൊല്യൂട്ട് കെയിൻ ഷുഗർ ആണ്. കെയിൻ ഷുഗറിന്റെ മാസ് 15 ഗ്രാം ആണ്. പിന്നെ നമുക്ക് സോൾവെന്റ് തന്നിട്ടുണ്ട്. സോൾവെന്റ് വാട്ടർ ആണ്. അതിൻ്റെ ഗ്രാം എന്താണ്? അതിൻ്റെ ഗ്രാം 60 ഗ്രാം ആണ്. നമുക്കറിയാം സൊല്യൂട്ടിൻ്റെ ആയാലും സോൾവെന്റിൻ്റെ ആയാലും മാസ് പെർസെൻറ്റ് കാണുന്ന സമയത്ത് ആ മാസ് ഫ്രാക്ഷനിൽ താഴത്ത് എന്താണ് വരിക? ആ മാസ് ഫ്രാക്ഷൻ്റെ താഴത്ത് വരുന്നത് മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ്റെ മാസ് കാണാനുണ്ട്. സൊല്യൂഷൻ്റെ മാസ് എന്താണ്? സോൾവെന്റിൻ്റെ മാസിൻ്റെ കൂടെ സൊല്യൂട്ടിൻ്റെ മാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ്റെ മാസ് കിട്ടും. സോ 60 ഗ്രാം പ്ലസ് 15 ഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് 75 ഗ്രാം കിട്ടും. സോ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ടിൻ്റെ മാസ് ആവുമ്പോൾ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ചോദിക്കുമ്പോഴോ, മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താണ്? നമ്മുടെ സൊല്യൂട്ട് 15 ആണ്, സൊല്യൂഷൻ 75 ആണ് ഇൻറ്റു 100. അതേപോലെ ഇവിടെ സോൾവെൻറ്റ് 60 ആണ്, സൊല്യൂഷൻ 75 ആണ് ഇൻറ്റു 100 അല്ലേ. നമ്മളിത് സോൾവ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 20% ആണ് നമ്മുടെ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്.
ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 80% ആണ് നമ്മുടെ സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ എങ്ങനെ കാണാം? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാസ് പെർസെൻറ്റേജ് കാണാം. ഐദർ നിങ്ങൾ സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കാണാം, ഇല്ലെങ്കിൽ സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാം. എന്നിട്ട് 100ൽ നിന്ന് നിങ്ങളത് മൈനസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോണ ആൻസർ സെയിം ആയിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടു എന്ന് വിചാരിക്കാം. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 20% നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ 100ൽ നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് ആരുടെ മാസ് പെർസെൻറ്റേജ് കിട്ടും? സോൾവെന്റിന് കിട്ടും. 100ൽ നിന്ന് 20 പോയാൽ 80 ആണ് എനിക്ക് ഇവിടെ കിട്ടിയതും 80 ആണ്. നേരെ തിരിച്ചും ചെയ്യാം. യെസ്, യു ക്യാൻ ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ്. സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാം. കണ്ടപ്പോൾ നമുക്ക് 80 എന്ന് കിട്ടി. സോ ടു ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് അല്ലേ, സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ സബ്ട്രാക്ട് 80 ഫ്രം 100. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 ആണ് കിട്ടുക. യെസ്, സെയിം ആൻസർ ആണ് കിട്ടിയത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ tetrachloride if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. 122 gram of carbon tetrachloride. Yes, benzene, കാർബൺ ടെട്രാക്ലോറൈഡ്. ഇതൊക്കെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുമ്പം, ഓർഗാനിക് കെമിസ്ട്രി അതേപോലെ കെമിസ്ട്രിയിൽ നമുക്കിനി ഫസ്റ്റ് ചാപ്റ്ററിലേ ആയിട്ടുള്ളൂ. ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇതൊക്കെ. CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്, C6H6 ബെൻസീൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. യെസ്, അപ്പോൾ അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ എന്താണ്? കാൽക്കുലേറ്റ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബെൻസീൻ. ഇതിലിപ്പോൾ രണ്ട് പേരാണ്, ഒന്ന് സൊല്യൂട്ടാണ്, ഒന്ന് സോൾവെൻ്റ് ആണ്. ആരെയാണോ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സൊല്യൂട്ട്, ആരിലാണോ എന്തിലാണോ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സോൾവെൻ്റ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് ബെൻസീൻ ആണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. മനസ്സിലായാലും നമുക്കിതിൽ കാണാനുള്ളത് ബെൻസീനിൻ്റെ മാസ് പെർസെൻറ്റേജും കാണാനുണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മാസ് പെർസെൻറ്റേജും കാണാനുണ്ട്. നോക്കിക്കോളൂ. ബെൻസീൻ എന്ന് പറയുമ്പോൾ ബെൻസീനിൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് എന്താണ്? ബെൻസീനിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 22 gram ആണ്. അതേപോലെ നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലേ, കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 122 gram ആണ്. 122 gram ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൊല്യൂഷനിൻ്റെ മാസ് അല്ലേ, ഈ ഒരു സൊല്യൂഷനിൻ്റെ മാസ് എന്ന് പറയുമ്പം 22 + 122 ദാറ്റ് ഈസ് ഈക്വൽ ടു 144 gram ആണ് നമ്മുടെ സൊല്യൂഷനിൻ്റെ മാസ്. അപ്പോൾ ഇനി ബെൻസീനിൻ്റെ നമുക്ക് കാണാം. ബെൻസീനിൻ്റെ മാസ് പെർസെൻറ്റേജ് നമ്മൾ കാണുമ്പോൾ നോക്കിക്കോളൂ, 22 ഡിവൈഡഡ് ബൈ 144 × 100 ആണ്. അതേപോലെ ഞാൻ പറഞ്ഞു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കണ്ടിട്ട് മറ്റേത് നിങ്ങൾക്ക് മൈനസ് ചെയ്യാം 100ൽ നിന്ന്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും മാസ് യൂസ് ചെയ്ത് കാണാം. നോക്കിക്കോളൂ, നമുക്കിതൊന്ന് കണ്ടു നോക്കാം. (22 ഡിവൈഡഡ് ബൈ 144 × 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 15.27% ആണ്. 15.27% ആണ്. 100ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ 100ൽ നിന്നാണ് ഞാൻ ആദ്യം മൈനസ് ചെയ്തത്, 84.73% ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 122 ഡിവൈഡഡ് ബൈ 144 × 100 നോക്കിക്കോളൂ, 84.72 ആണ് എനിക്ക് കിട്ടിയത്. രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും എനിക്ക് സെയിം ആൻസർ ആണ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. യെസ്,
മനസ്സിലായല്ലോ? സിമ്പിളാണ്. നമ്മുടെ മാസ് പെർസെൻറ്റേജും അതേപോലെ വോള്യൂം പെർസെൻറ്റേജ്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മാസ് പെർസെൻറ്റേജ് ആൻഡ് പെർസെൻറ്റേജ് ബൈ വോള്യൂം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A solution is prepared by dissolving a certain amount of solute in 500 gram of water. The percentage by mass of solute is 2.38%. Calculate the mass of solute. Mass of solute. Okay. Mass of solute and solution എന്ന് വേണമെങ്കിൽ കൊടുക്കാം. Solute and solution എന്ന് വേണമെങ്കിൽ കൊടുക്കാം. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സൊല്യൂഷനിൽ നമുക്ക് 500 gram ഓഫ് വാട്ടർ ഉണ്ട്, സർട്ടൺ എമൗണ്ട് ഓഫ് സർട്ടൺ എമൗണ്ട് ഓഫ് എന്തുണ്ട്, സൊല്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു സൊല്യൂഷനിൽ, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സൊല്യൂട്ടിൻ്റെ മാസ് ഞാൻ എക്സ് ഗ്രാം ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. സോൾവെൻറ്റ് ആരാണ്? സോൾവെൻറ്റ് വാട്ടർ ആണ്. സോ ഞാൻ വാട്ടറിന് തൽക്കാലം H2O എന്ന് കൊടുക്കാം. വാട്ടറിൻ്റെ മാസ് എത്രയാണ്? 500 gram ആണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷനിൻ്റെ മാസ് എന്തായിരിക്കും? ആ ഒരു സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 500 gram ആയിരിക്കും. നമുക്കറിയാം സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസ്സാണ്. നമ്മൾ ഇതിന് മുമ്പ് ന്യൂമറിക്കൽ വാല്യൂസ് നമുക്ക് തന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് സോൾവ് ചെയ്തത്. അപ്പോൾ ആ ന്യൂമറിക്കൽ നമുക്ക് സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ട് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2-3 ക്വസ്റ്റ്യൻസിൽ സൊല്യൂട്ടിൻ്റെ മാസ് ഉണ്ടായിരുന്നു, സോൾവെൻറ്റിൻ്റെ മാസ് ഉണ്ടായിരുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മാസ് പെർസെൻറ്റേജ് ആയിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, മാസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള മാസ് പെർസെൻറ്റേജ് ആരുടെയാണ്? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് 2.38% അല്ലേ? യെസ്, വി ആർ പ്രൊവൈഡഡ് വിത്ത് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ആണ്. ക്വസ്റ്റ്യനിൽ സൊല്യൂട്ടിൻ്റെ ആണ് തന്നിട്ടുള്ളത് 2.38% ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞത് എക്സിൻ്റെ വാല്യൂ എന്താണ്, അതായത് സൊല്യൂട്ടിൻ്റെ മാസ് എന്താണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ, നമ്മുടെ സൊല്യൂട്ട്, അതായത് നമുക്ക് തന്നിട്ടുള്ള സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് 2.38 ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ, എക്സ് എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസ്സാണ്, ഇവിടെ എന്താണ് സൊല്യൂഷൻ്റെ മാസ്സാണ്, ഇൻറ്റു 100 ആണ് അല്ലേ? ഇൻറ്റു 100. യെസ്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ 100 നമ്മൾ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഇതിന് ഞാൻ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നു. അപ്പോൾ 2.38x പ്ലസ് 500 ഇൻറ്റു 2.38 ഈസ് ഈക്വൽ ടു 100x ആണ് അല്ലേ? ഞാൻ ഇതിനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2.38 ഇൻറ്റു എക്സ് പ്ലസ് 500 ആണ്. ഇത് ബ്രാക്കറ്റ്സിലായിരിക്കും വരിക. ബ്രാക്കറ്റ്സിൽ വരുമ്പോൾ നമുക്കറിയാം 2 ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തിൽ ആ ബ്രാക്കറ്റിലുള്ള എല്ലാ ടേംസിൻ്റെ കൂടെയും നമ്മൾ മൾട്ടിപ്ലൈ. ഇതൊക്കെ സിമ്പിൾ മാത്സ് ആണ്. ഇത്തരം സിമ്പിൾ മാത്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് അല്ലേ കണ്ടക്ട് ചെയ്യുന്ന സെഷൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സിമ്പിൾ മാത്സിൽ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓറൽസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ് അല്ലെ, എക്സ്പോണൻസ്, ഇങ്ങനെ ബേസിക് ആയ മാത്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് വീഡിയോസ്. നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ പിന്നെയും നമ്മുടെ ഈ ഒരു കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും നമ്മൾ അല്ലെങ്കിൽ ഇപ്പം നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സ് പേപ്പറിലായാലും ഇത്തരം സിമ്പിൾ മാത്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യെസ് നമുക്ക്
നമ്മുടെ ടൈം കുറേ വേസ്റ്റ് ആവും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ അത്തരം സെഷൻസ് പോയി കണ്ടാൽ മതി. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിതിനെ ഈ x+500 എന്നുള്ളതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നോക്കിക്കോളൂ, 2.38 നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. x+500 എന്ന് പറയുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ 100x ആയിരിക്കും അല്ലേ. സോ ഇതിന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള രണ്ട് ടേംസുമായിട്ടും എത്ര ടേംസ് ഉണ്ടോ എല്ലാ ടേംസിൻ്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ ഇനി എക്സ് ടേംസിനെയൊക്കെ ഞാൻ ഒന്നിച്ച് കൊണ്ടുവരാൻ പോവാണ്. 500 × 2.38 is equal to 100x minus 2.38x അല്ലേ. ഞാൻ ഈ 100x minus 2.38x ഞാൻ സോൾവ് ചെയ്യുമ്പം നമുക്ക് നോക്കാം. 100 minus 2.38 എനിക്ക് കിട്ടണത് 97.62 ആണ്. അപ്പോൾ 97.62x ആണ് എനിക്ക് കിട്ടണത്. 97.62x ആണ് എനിക്ക് കിട്ടണേ. യെസ്, അപ്പോൾ ഞാൻ ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരുവാണ്. താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുക? 500 × 2.38 ഡിവൈഡഡ് ബൈ 97.62 is equal to x അല്ലേ. അപ്പം ഞാനിത് സോൾവ് ചെയ്യാം. 500 × 2.38 ഡിവൈഡഡ് ബൈ 97.62 സോൾവ് ചെയ്യുമ്പം എനിക്ക് 12.19 ഞാനിതിനെ അപ്രോക്സിമേറ്റ്ലി 12.2 ഗ്രാം എന്ന് കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് 12.19 ആണ് കിട്ടിയത്. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തു 12.2 ഗ്രാം. സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നോക്കിക്കോൾ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഹിയർ യു ആർ പ്രൊവൈഡഡ് വിത്ത് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് അല്ലേ. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാം. എന്ത് കിട്ടും? 100 minus 2.38 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 97. ഇവിടെ 2 ആണ് 62 97.62 എന്ന് കിട്ടും അല്ലേ. 97.62% ആണ് എന്ത്? നമ്മുടെ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ്. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് എത്രയാണ്? 97.62 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സോൾവെൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ടിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂട്ടിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷനിൻ്റെ മാസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 97.62x പ്ലസ് 500 × 97.62 ദറ്റ് ഈസ് ഈക്വൽ ടു 500 × 100 അല്ലേ. ഓക്കെ, അപ്പം ഞാനിനി ഇതിനെ ഇവിടെ നമുക്ക് ആകെ ഒരൊറ്റ എക്സ് ടേമേ ഉള്ളൂ. സോ എക്സ് ഇല്ലാത്ത ടേംസിന് ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ 500 × 100 minus 97.62 എന്ന് കിട്ടും അല്ലേ. സോ എന്ത് കിട്ടി? 500 × 2.38 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 500 × 2.38 ഡിവൈഡഡ് ബൈ 97.62. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. 500 × 2.38 ഡിവൈഡഡ് ബൈ 97.62 ചെയ്തപ്പം സെയിം ആൻസർ ആണ് 12.2 ഗ്രാം അല്ലേ. യെസ്, അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള മാസ് പെർസെൻറ്റേജ് സൊല്യൂട്ടിൻ്റെ ആണ്. ആ ഒരു മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐദർ യു ക്യാൻ ഫൈൻഡ്, അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് സോൾവെൻറ്റിൻ്റെ കാണുക, എന്നിട്ട് മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? യെസ്. Yes, now let's move on to the next question. Yes,
calculate the masses of cane sugar and water required to prepare 250 gram 25% cane sugar solution. 25% cane sugar solution. Yes. നോക്കിക്കോളൂ. Calculate the masses of cane sugar and water required to prepare 250 gram 25% of cane sugar. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നിങ്ങൾക്കൊരു സൊല്യൂഷൻ 25% ഓഫ് എ സൊല്യൂഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെൻ്റ് ഉണ്ടാവും. എ ആണ് നമ്മുടെ സൊല്യൂട്ട്, ബി ആണ് നമ്മുടെ സോൾവെൻ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും X% ഓഫ് എ സൊല്യൂഷൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ, അതിലുള്ള സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഇത്ര പെർസെൻറ്റേജ് ഓഫ് എ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ്, സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ യു ആർ പ്രൊവൈഡഡ് വിത്ത് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് കെയിൻ ഷുഗർ എന്ന് തന്നതിന് പകരം അവരെന്താണ് തന്നിട്ടുള്ളത്, 25% കെയിൻ ഷുഗർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ കെയിൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് അവർ തന്നിട്ടുണ്ട്, അതാണ് 25%. പിന്നെ റിക്വയർഡ് ടു പ്രിപ്പയർ 250 gram ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്, മാസ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതായത് കെയിൻ ഷുഗറിൻ്റെ മാസും വാട്ടറിൻ്റെ മാസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ മാസാണ് സൊല്യൂഷൻ്റെ മാസ്, അത് തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, കെയിൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് 25%. അപ്പോൾ ഇതിൽ നമുക്ക് എന്തിൻ്റെ കാണാൻ പറ്റും, വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് കാണാം. ഇവിടെ താഴത്ത് എഴുതാം, കെയിൻ ഷുഗറിൻ്റെ മാസ് 25% ആണ്. ഇതിൽ നിന്ന് എന്ത് കാണാം, വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാം. 100 - 25 ചെയ്യുമ്പോൾ നമുക്ക് 75% എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. അതായത് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വാല്യൂ ആണ് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ വാല്യൂ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വാല്യൂ ആണ്. 25% ആണ് നമ്മുടെ കെയിൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ്. അതേപോലെ നമ്മുടെ വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് 75 ആണ്. സോ ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, കെയിൻ ഷുഗർ CS കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെയിൻ ഷുഗർ ആണ്. കെയിൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജിൻ്റെയും അതേപോലെ നമ്മുടെ വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജിൻ്റെയും റേഷ്യോ ഞാൻ കാണുവാണ്. കാണുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 25:75. ഇതിനെ ഞാൻ സോൾവ് ചെയ്യുമ്പം എനിക്ക് 1:3 എന്ന് കിട്ടും. 25:75 ആണ്. അപ്പോൾ ഇതിന് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1:3 എന്ന് കിട്ടും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ, നമ്മുടെ ഈ ഹോൾ സൊല്യൂഷനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ്. എന്തുകൊണ്ടാണ് ഞാൻ 4 എന്ന് ചൂസ് ചെയ്തത്, ഈ രണ്ട് റേഷ്യോയിൽ അതായത് ഈ റേഷ്യോയിലുള്ള രണ്ട് വാല്യൂസും ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. അപ്പോൾ എൻ്റെ ഈ ഹോൾ സൊല്യൂഷനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗം എന്താണ്, ഒരു ഭാഗം കെയിൻ ഷുഗർ ആണ്, ബാക്കി 3 ഭാഗം വാട്ടറാണ്. അപ്പോൾ നോക്കിക്കോളൂ, കെയിൻ ഷുഗറിൻ്റെ മാസ് എനിക്ക് എങ്ങനെ കാണാം, കെയിൻ ഷുഗറിൻ്റെ മാസ് 250 ഡിവൈഡഡ് ബൈ 4:1 ആണ്. 250 ഡിവൈഡഡ് ബൈ 4:1 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടും അല്ലേ. 6 ബാലൻസ് 1. 10 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 20. 62.5 ഗ്രാം, പെർസെൻറ്റേജ് അല്ല, ഗ്രാം. 62.5 ഗ്രാം ആണ് എന്ത്? 62.5 ഗ്രാം ആണ് നമ്മുടെ കെയിൻ ഷുഗറിൻ്റെ മാസ്. അപ്പോൾ ഇനി വാട്ടറിൻ്റെ മാസ് എന്താണ്? വാട്ടറിൻ്റെ മാസം ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ 250 എന്ന് 62.5 നിങ്ങൾക്ക് മൈനസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 250 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 250 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 250 ഈ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും രണ്ടും സെയിം ആണ്. നോക്കിക്കോളൂ. 62.5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 15 കിട്ടും. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 187.5 ഗ്രാം ആണ്. ഇനി 250 നിങ്ങൾ മൈനസ് ചെയ്തോളൂ. 250 നമ്മൾ 62.5 മൈനസ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 250 50 പോയാൽ 200 ആണ്. അതിൽ നിന്ന് 10 പോയാൽ എന്ത് കിട്ടും? 190 കിട്ടും. അതിൽ നിന്ന് 2 പോയാൽ എന്ത് കിട്ടും? 188 കിട്ടും. അതിൽ നിന്ന് 0.5 പോയാൽ 187.5 എന്ന് കിട്ടും. നമുക്ക് സെയിം ആൻസർ ആണ് രണ്ട് കേസിലും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പെർസെൻറ്റേജ് വാല്യൂസ്, ഇവിടെ പെർസെൻറ്റേജ് വാല്യൂസ് നമുക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. സോ നമ്മളതിൻ്റെ റേഷ്യോ ഒക്കെ കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായ പെർസെൻറ്റേജ് വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമുക്ക് 25ഉം 75ഉം അല്ലെ, 25ഉം 75ഉം എന്താ പറയുക, നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചിലപ്പം 48 വേണ്ട, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ 53%ഉം അതേപോലെ 47%ഉം ആണ് കിട്ടണമെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് 47% ആണ്. സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് 53% ആണ്. അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുമ്പം ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പാടാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ 53ഉം 47ഉം നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ സിംപ്ലർ ഫോമായ ഒരു റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പാടാണ്. കാരണം ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അല്ലേ. സോ അപ്പോൾ നമ്മൾ അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് തരുമ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് പോവാത്ത രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാല്യൂസ് ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് സിമ്പിളായ വാല്യൂസ് ആണ് 25, 75 അല്ലെങ്കിൽ 50, 50 ഓർ എൽസ് എന്താ പറയുക 20, 80 അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇപ്പോൾ വേറെ അങ്ങനത്തെ വാല്യൂസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സിമ്പിളായി നമുക്ക് ഫാക്ടേഴ്സൊക്കെ ഉള്ള ഒരുപാട് കട്ട് ചെയ്ത് നമുക്ക് സിംപ്ലസ്റ്റ് വാല്യൂസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. യെസ്, അപ്പം നമുക്കിനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. യെസ്, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് കെയിൻ ഷുഗർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണ്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എന്തായാലും കെയിൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. 25 = x ഡിവൈഡഡ് ബൈ 250. ഒരു കാര്യം ചെയ്യാം, കെയിൻ ഷുഗറിൻ്റെ മാസ് ഞാൻ x ഗ്രാം എന്ന് കൺസിഡർ ചെയ്യുന്നു, വാട്ടറിൻ്റെ മാസ് ഞാൻ y ഗ്രാം എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്താണ് കിട്ടുക? ഇൻറ്റു 100. x ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100. സോ ഈ 0യും 0യും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എന്താണ് 25ഉം ഈ 10, ഇവിടെ നമുക്ക് 2 ആണ് കിട്ടുന്നത്, ഇവിടെ 5 ആണ് കിട്ടുന്നത് അല്ലേ. യെസ്, 25 × 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 62.5 ഗ്രാം ഓഫ് കെയിൻ ഷുഗർ കിട്ടും. തൊട്ട് മുമ്പത്തെ ആ ഒരു മെത്തേഡിൽ ചെയ്തപ്പോഴും നമുക്ക് ഈ ഒരു ആൻസറാണ് കിട്ടിയത്. ഇനി വാട്ടറിൻ്റെ മാസ് നമ്മൾ എങ്ങനെ കാണും? വാട്ടറിൻ്റെ മാസ് നമുക്ക് 250 - 62.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 187.5 ഗ്രാം കിട്ടും. ഇനി അതെല്ലാം നമുക്ക് വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് വെച്ചും നമുക്ക് കാണാം അല്ലേ. വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 75, ദാറ്റ് ഈസ് = y ഡിവൈഡഡ് ബൈ 250. y ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100 ആണ്. എഗെയിൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ നമുക്ക് 2 കിട്ടും, ഇവിടെ നമുക്ക് 5 കിട്ടും അല്ലേ. യെസ്, സോ എഗെയിൻ 75 × 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. 75 × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 5s are 25, ബാലൻസ് 2 ആണ്. 7 5s are 35 + 2 375 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം 18
ബാലൻസ് 1 7.5. സോ നമുക്ക് എന്ത് കിട്ടി? 178.5 gram ഓഫ് വാട്ടർ എന്ന് കിട്ടി. സൊല്യൂട്ടിൻ്റെ മാസ് നമ്മൾ എങ്ങനെ കാണും? സൊല്യൂട്ടിൻ്റെ മാസ് 100 നിന്ന് നമ്മൾ ഈ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂട്ടിൻ്റെ മാസ് കിട്ടും. സോ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൺവീനിയൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂസ് സിമ്പിളാണ്. ഐ മീൻ നിങ്ങൾക്ക് കുറേ കട്ട് ചെയ്ത് ഇങ്ങനത്തെ സിംപ്ലർ ഫോമിലേക്ക്, സിംപ്ലർ റേഷ്യോസിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ല നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലുള്ള 53%, 47 അല്ലെങ്കിൽ ഇപ്പോൾ 49 51 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓറൽസ് ഇപ്പോൾ നിങ്ങൾക്ക് 87 13 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പാടാണ്. 87 13 കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സോ നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത്തരം വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. യെസ്. Next question, 15 gram of methyl alcohol. 15 gram of methyl alcohol is present in